പുറത്ത് അടുപ്പിലാണ് ചോറൊക്കെ വെക്കുന്നത്. ഇന്ന് പുട്ടും കടലയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ പുട്ടും കടല ഉണ്ടാക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് കടല കേടായി പോകുമല്ലോ എന്ന് വിചാരിച്ച് കുക്കറിലേക്കിട്ട് വേഗം വേവിച്ചെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇന്ന് പടവലങ്ങ തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ച് പടവലങ്ങ എല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് എല്ലാം റെഡിയാക്കി വെച്ചു. അതിനുശേഷം ഇതിലേക്കുള്ള ഉള്ളി മുളകൊക്കെ നമ്മൾ കുത്തിയെടുത്തു. നമ്മുടെ ഇടികല്ലാണ് കുത്തിയെടുക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ കുക്കറിൽ വെച്ച കടലയെല്ലാം വെന്ത് നല്ല പാകമായിട്ട് വന്നിട്ട് അപ്പോൾ കുക്കർ ഓഫ് ചെയ്തു. അതിനുശേഷം നമ്മുടെ പടവലങ്ങ തോരൻ റെഡിയാക്കി. പടവലങ്ങ തോരനിൽ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തു. അതെല്ലാം മാറ്റി വെച്ചു. അതിനുശേഷം നമ്മുടെ തൈര് കാച്ചിയതാണ്, തൈരിൽ മോര് കാച്ചിയതാണ്. അതിനുശേഷം കടല മെഴുക്കിട്ടെടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കറികളൊക്കെ. അപ്പം ഇനി എല്ലാം ഇവിടെ തുടച്ച് വൃത്തിയാക്കി. അതിന് ശേഷം നമ്മുടെ കുട്ടുമോനും ഭക്ഷണം കൊടുക്കണം. പിന്നെ അന്നമോൾക്ക് ഭക്ഷണം കൊടുക്കണം. അവർക്കൊക്കെ ഭക്ഷണം കൊടുത്ത് റെഡിയാക്കി. അതിനുശേഷം ഞാനും ഇത്തിരി ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് രാവിലെ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത്തിരി ചോറ് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ കറികൾ ഇതൊക്കെയാണ്. മോര് കാച്ചിയതുണ്ട്, കടല മെഴുക്കിട്ടതുണ്ട്, പടവലങ്ങ തോരനുണ്ട്. അതിൻ്റെ കൂടെ 2 നെല്ലിക്കായും കൂടി എടുത്ത് ഞാൻ കഴിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സഹായിക്കണേ.